ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡൂസ്റ്റോട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കിയാൻ്റെ ഏറ്റവും വലിയ വണ്ടിയായ കാരൻസ് ക്ലാഷിൻ്റെ ലോഞ്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഷോറൂമിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാരൻസ് ക്ലാഷ്. പഴയ കാരൻസിനെയും കാട്ടിയും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പുതിയ വണ്ടി വന്നത്. കാരണം കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ അതിനകത്ത് വന്നിട്ടുണ്ട്. പനാരമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. 20 കുറേ ഓട്ടോണമസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് വിത്ത് ലെവൽ 2 ലൈൻ അസിസ്റ്റൻസ്. ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. പിന്നെ സ്മാർട്ട് പ്യുർ എയർ പ്യൂരിഫയർ വിത്ത് AQI ഡിസ്പ്ലേ ഉണ്ട്. ബോസിന്റെ 8 സ്പീക്കേഴ്സ് വന്നിരുന്നുണ്ട്. അതാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്പീക്കേഴ്സ്. പിന്നെ ഇത് അവരുടെ പുതിയ വണ്ടിയായിരുന്നു. അപ്പോൾ അവരുടെ ഷോറൂമിലത്തെ TV അവർ അതിന്റെ അഡ്വഞ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. മീൻസ് ഇതിപ്പോൾ ലോഞ്ചിന്റെ ടൈം ആവാറായി. അപ്പൊ അവരുടെ കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ നടക്കാൻ പോവാണ് ഈ വണ്ടീനെ കുറിച്ച്. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. ഈ വണ്ടീനെ കുറിച്ചെല്ലാം, അതുകൂടാതെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. നമുക്ക് നേരെ ലോഞ്ചിന്റെ ടൈം ആവാറായി. ഇപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോവാം. ക്ലാവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ കീ ടു അൺലോക്ക് ആണ്. നമ്മുടെ എപ്പിക് ജേർണികൾ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ കീ. അതാണ് ക്ലാവിസ് എന്നുള്ള മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് കുറച്ചൊക്കെ ഒന്ന് പറയാം. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തീരുവല്ലെന്ന് അറിയാലോ. ഗിയയുടെ ഫീച്ചേഴ്സ് ഒരിക്കലും തീരാൻ പോകുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഡിസൈൻ ചേഞ്ചസിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കാരൻസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു 15ഓളം ഡിസൈനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഡിസൈനിൽ മാത്രം, അതായത് ലുക്കില് കുറച്ചുകൂടെ SUV ലക്ഷ്യം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റിക്രിയേഷണൽ വെഹിക്കിൾ ആയിരുന്നു. നമ്മൾ ഭംഗിയെക്കാട്ടിലും അല്ലെങ്കിൽ SUVയെക്കാട്ടിലും കുറച്ചുകൂടെ പർപ്പസ് നടക്കണം, അതായത് ആവശ്യങ്ങൾ നടക്കണം എന്നുള്ളതായിരുന്നു കുറച്ചുകൂടെ കാരൻസ് നോക്കുമ്പോൾ. എന്നാൽ ക്ലാവിസ് നോക്കുമ്പോൾ എങ്ങനെയാ, നമുക്ക് സ്റ്റൈലിന്റെ കാര്യത്തിലോ SUV ഷെല്ലിസ്, അതായത് നമ്മുടെ ഫ്രണ്ട് ബോണറ്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ആ ചേഞ്ച് വരും. പിന്നെ വരുന്നത് LEDs, നോർമൽ LEDs ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് കാരൻസിന്റെ കേസിൽ. ഇപ്പോഴാണ് ഐസ് ക്യൂബ് LEDs പൺവീൽ ചെയ്തപ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സെൽട്ടോസിൽ വന്നുകൊണ്ടിരുന്ന ഏതാ സ്റ്റാർ മാപ്പ് LED DRLs, ആ ടൈപ്പ് DRLs ആണ് ഇതിന് തൊട്ട് നമ്മുടെ കിയ ക്ലാവിസിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ ഡിസൈനിന്റെ കാര്യമാണ്. പിന്നെ ഈ ഒക്കെ വരുന്നുണ്ട്, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അല്ലാതെ തന്നെ വരുവാണെങ്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, റിയറിൽ നോക്കുവാണെങ്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, അതും LEDs ആണ് വരുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 18 സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വണ്ടി വരുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് 18 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ വേരിയന്റ് എടുത്താലും, ഏത് വേരിയന്റ് എടുത്താലും സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സിൽ യാതൊരുവിധ മാറ്റവും വരത്തില്ല. എല്ലാ വണ്ടിക്കും അത് കിട്ടും. പറയാം, കാരണം ഇനി തൊട്ട് ഇപ്പൊ എല്ലാ ബ്രാൻഡുകളും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ബാക്കി ബ്രാൻഡുകൾ മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ADAS സിസ്റ്റങ്ങളാണ്. ലെവൽ 2 തന്നെയാണെങ്കിലും ക്യാമറ ബേസ്ഡ്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കിയ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിൽ റഡാറ്, ബാക്കിൽ 2 റഡാറ്, പിന്നെ ക്യാമറ. ഇത്രയും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഫ്രണ്ടിൽ ഒബ്ജക്ട് ഉണ്ടോ അല്ലെങ്കിൽ വേറെ കാർ ഉണ്ടോ, സ്മാർട്ട് ക്രൂസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവല്ലോ, SCC. അപ്പം അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിങ്ങളുടെ കാറ് വേറൊരു വണ്ടിയുടെ പുറകെ നമ്മൾ പോവുക, ആ വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയും. ആ വണ്ടി നിന്നാൽ പോലും നമ്മുടെ വണ്ടിയും അത് കഴിഞ്ഞ് നിർത്തിയിട്ട് അതേ സ്പീഡിൽ എടുത്തു പോകാൻ പറ്റും. നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട, കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട. അതാണ് സ്മാർട്ട് ക്രൂസ് കൺട്രോൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വേറൊരു നമ്മുടെ അഡാസിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ പറയുകയാണെങ്കിൽ ഹൈ ബീം അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ രാത്രിയിൽ പോകുമ്പോൾ ഹൈ ബീം ഇടും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോ ബീം മാറ്റിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യേണ്ട, തന്നെ മാറിക്കൊണ്ടിരിക്കും. വണ്ടിയുടെ 30 കിലോമീറ്റർ കൂടുതൽ സ്പീഡാണെങ്കിൽ ഈ ഹൈ ബീമിലോട്ട് തന്നെ മാറും. കാരണം പതുക്കെ പോകുമ്പോൾ നമുക്ക് ഹൈ ബീമിന്റെ ആവശ്യമില്ല, കാരണം വിസിബിലിറ്റി കുറച്ച് സ്പീഡിലല്ലേ പോകുന്നത്. കൂടുതൽ വിസിബിലിറ്റി വേണ്ടത് 30 കിലോമീറ്റർ പ്ലസ്. ആ സമയത്ത് ഓട്ടോ പോയി ഹൈ ബീമിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈ ബീം തന്നെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് വണ്ടി ഓടിച്ച് പോയാൽ മാത്രം മതി. റിയറിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, റിയർ ലൈറ്റും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ 20 ADAS ഫീച്ചേഴ്സ്, ഇതുപോലെ പലതും ഉണ്ട്, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. 20 ADAS ഫീച്ചേഴ്സ്, 18 സ്റ്റാൻഡേർഡ് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ കീ, ഇപ്പൊ പുതിയ ഇതിലാണെങ്കിൽ നേരിട്ട് കാറിൽ വന്ന് കയറുക, പോക്കറ്റ് കീ ഉണ്ടായാൽ മതി. പക്ഷേ അതെന്ന് പറയാൻ സേഫ്റ്റിയിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ കീയിലെ ഈ ലോ ഫ്രീക്വൻസി ആന്റിനാസ് ഉണ്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അനങ്ങാത്തപ്പോൾ കീ ഓഫ് ആയിരിക്കും, ഫുള്ളി ഓഫ് ആയിരിക്കും.
വണ്ടി ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീച്ചർ, അതായത് മോഷൻ സെൻസറുള്ള സ്മാർട്ട് കീയും നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, കിയ ക്ലാവിസിൽ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തുടരുവാണ്, ഞാൻ മൊത്തം പറയുന്നില്ല. ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നമ്മുടെ പുതിയ മോഡൽ. അതുപോലെ 360 ക്യാമറാസ്, 360 ക്യാമറ നേരെ നമ്മുടെ നേരത്തെ ഇല്ലായിരുന്നു, കാരൻസിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ തേർഡ് റോയിൽ എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേക ഒന്ന് പിടിച്ചു കയറാനായിട്ട് ഒരു സ്പേസ് അത് നേരത്തെ ഇല്ലായിരുന്നു. അതൊക്കെ കാരൻസിലോട്ട് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കും. അതായത് ക്ലാവിസിൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ബാക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വരുന്നെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട, നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഒരു അൺവീലിംഗ് പ്രോഗ്രാമാണ്. അൺവീലിംഗ് പ്രോഗ്രാമിന് ശേഷം നമുക്കൊരു കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെഹിക്കിൾ എല്ലാവർക്കും ഒരു വാക്ക് അറൗണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വെഹിക്കിളിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വാഹനം ഇപ്പോൾ ഇന്നാണ് ഇതിന്റെ ഒരു പ്രൈസിങ് നമുക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ഈ വാഹനം ലോഞ്ച് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈസ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ കിയയുടെ എല്ലാ പ്രോഡക്റ്റും ലോഞ്ച് ചെയ്യാൻ നേരം ഒരു ഫസ്റ്റ് അട്രാക്റ്റീവ് പ്രൈസ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരും. അതായത് ആ ഒരു കോമ്പറ്റീഷൻ ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും. സോ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്കൊരു 11,49,000 തൊട്ടാണ് ഈ ഒരു വെഹിക്കിളിൽ. ഇത്രയും ഫീച്ചേഴ്സ് റിച്ചഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൽ 11,49,000 രൂപ തൊട്ടാണ് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് ഇതിന് വരുന്നത്. പിന്നെ ഇതിന് ഒട്ടേറെ വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത രീതിയിൽ നമുക്ക് വെഹിക്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അടുത്തൊരു അൺവെയിലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ AGM ഡയർ സാൻ, അതേപോലെ തന്നെ സർവീസ് മാനേജർ മനോജ് സാൻ, പ്ലീസ് കം. ഗുഡ് ഈവനിങ്. ഇതെന്നെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ടൈമിൽ സീറോസ് ലോഞ്ച് ചെയ്തപ്പോഴും എനിക്ക് ആലപ്പുഴയിൽ വരാൻ പറ്റി, നിങ്ങളെ പല ആൾക്കാരും മീറ്റ് ചെയ്യാൻ പറ്റി. ആലപ്പുഴയിൽ ഈ ഷോറൂം ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആസ് ഓണിൽ വാല്യുബിൾ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നതും നിങ്ങളെപ്പോഴുള്ള വാല്യുബിൾ കസ്റ്റമേഴ്സ് ആണ്. ആവറേജ് ഇവിടുത്തെ സർവീസ് നോക്കുകയാണെങ്കിൽ പെർ മന്ത് നമുക്ക് എങ്ങനെ പോലും 700+ കസ്റ്റമേഴ്സ് സർവീസിന് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഫോമിനെ മുന്നിലേക്ക് പോകുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. സോ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് വെതർ കണ്ടീഷൻസിലും നമ്മുടെ ഇൻവിറ്റേഷൻ കണ്ട് നിങ്ങൾ വന്ന എല്ലാവർക്കും മാനേജ്മെന്റ് ഭാഗത്തും ആസ് എ പേഴ്സണൽ ഭാഗത്തും നന്ദി പറയുന്നു. മിസ്റ്റർ മനോജ്, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഗുഡ് ഈവനിങ്. ഞാനിവിടെ സർവീസ് ഹെഡ് ചെയ്യാണ്. ആഫ്റ്റർ സെയിൽസ് നിങ്ങൾക്ക് എന്ത് A to Z ബോഡി വർക്ക് ആയാലും അതിൻ്റെ പീരിയോഡിക് സർവീസ് ആയാലും എന്ത് വർക്കാണെങ്കിലും ഇവിടെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നമ്മളൊരു എക്കോ ഫെസിലിറ്റി ആണെങ്കിൽ പോലും നമ്മളൊരു 3 years കാറ്റഗറി വരുന്ന രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആണ്. നിങ്ങൾക്ക് എറണാകുളം നെട്ടൂർ മുതൽ അല്ലെങ്കിൽ ചേപ്പാടിനുള്ളിൽ നല്ല രീതിയിലുള്ള സർവീസ് ഞങ്ങൾ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല റേറ്റിംഗ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയൊരു ലോഞ്ചിങ് ആണ്. എങ്കിലും എക്സിസ്റ്റിംഗ് മോഡലാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഫീച്ചറുകളൊക്കെ ഇത് തന്നു. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതിൽ നമുക്കത് യാതൊരു ഇതിൽ കൂടാതെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കുറിച്ച് കിയ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഒരു ഫീഡ്ബാക്ക്, ഒരു വാല്യുബിൾ ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൽ ആരെങ്കിലും 1-2 പേര് വന്ന് 2 വേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് തരാനായിട്ട് പറ്റുമോ സർ? ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മുടെ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആളല്ലേ, ഒരു 2 വാക്ക് പറയാൻ പറ്റുമോ സർ? യെസ്. ഗുഡ് ഈവനിങ്. ഞാനൊരു 7 സീറ്റർ വണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കി പല വണ്ടികളും നോക്കി, പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒത്തു വന്നതും കുറച്ച് ലക്ഷറി സെറ്റപ്പൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ എനിക്ക് കാരൻസാണ് സെറ്റായി വന്നത്. അങ്ങനെ അതിപ്പോൾ 5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഒക്കെ അതിനകത്ത് കൊണ്ട് കിട്ടുന്നുണ്ട്. അതിനകത്ത് മൈലേജ് മാത്രമേ ചെറിയൊരു പ്രശ്നം വന്നുള്ളൂ.
അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു 4000 എബോവ് ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മൈലേജ് വരും എന്ന് പറഞ്ഞു. അങ്ങനെ 4000 കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ രീതിയിൽ തന്നെ അത് നമുക്ക് കിട്ടുന്നുണ്ട്. റോഡിൽ പറഞ്ഞ രീതിയിൽ ആ ഒരു RPM ഒക്കെ ഇറക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 19 സംതിങ് വരെ എനിക്ക് കിട്ടി. അത്രയും മൈലേജ് ഞാൻ എടുത്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നെക്സ്റ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് വരാൻ പറ്റുമോ ഒരു ഫീഡ്ബാക്ക് പറയാനായിട്ട്? ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ നെക്സ്റ്റ് അൺവീലിംഗ് പ്രോസസ്സിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് നിങ്ങൾ ഒരാളും കൂടെ ഇവിടെ വരിക, അല്ലെ 1-2 പേർക്ക് മുമ്പോട്ട് വന്ന് ഈ ഒരു അൺവീലിംഗിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. സോ മുമ്പോട്ട് വരാം. അതേപോലെ തന്നെ നമുക്കൊരു കേക്ക് കട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് കട്ടിങ്ങിലും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് മുമ്പോട്ട് വരാമോ ജസ്റ്റ് ഇതൊന്ന് അൺവീൽ ചെയ്യാനായിട്ട്? സർ പ്ലീസ്, സർ പ്ലീസ് സർ, ഇതൊന്ന് അൺവീലിംഗ് ആയിട്ട് അവരെ കേക്ക്. ഫ്രണ്ട്സ്, അൺവീലിംഗ് ടൈമാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ന്യൂ കാരൻസ് ക്ലാവിസ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കാണാം. ഫ്രണ്ട്സ്, കേക്ക് കട്ടിങ് ആണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാരൻസ് ക്ലാവിസ്. ഇത് ഏറ്റവും ടോപ്പ് ആൻഡ് മോഡലാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഈ വണ്ടിക്ക് ലെവൽ 2 ലൈൻ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിന് ഫ്രണ്ടില് ഒരു റെഡാറും ബാക്കിൽ 2 റെഡാറും പിന്നെ ക്യാമറ സെറ്റപ്സും ഉണ്ട്. പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്. പിന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിപ്പോ ഫുൾ ഓപ്ഷൻ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ഇൻബിൽഡ് ഡാഷ് ക്യാം വരുന്നുണ്ട്. ഡ്യുവൽ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ചാനലിന്റെ പേരെന്തോ? ഫ്രണ്ട്സ്, ഇത് പിന്നെ ഇലക്ട്രോണിക് സീറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതിനകത്ത് എയർ പ്യൂരിഫയർ ഇൻബിൽഡ് വരുന്നുണ്ട് വിത്ത് AIQ ഡിസ്പ്ലേ. ഫ്രണ്ട്സ്, ലക്ഷറി ക്ലാസ്സിലൊക്കെ കാണുന്ന പോലെ ബാക്കില് ടേബിൾ വരുന്നുണ്ട്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അത് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാം. ബാക്കില് AC കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ബാക്കില് 2 C പോർട്ട് ചാർജർ വരുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടേബിള്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ബാക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാക്ക് സീറ്റ് അൺഫോൾഡ് ചെയ്യാനും പറ്റും. ഫ്രണ്ട്സ്, ആംബിയൻ ലൈറ്റ്സും വരുന്നുണ്ട് വിത്ത് 63 ലൈറ്റ് സെറ്റപ്സ് അല്ല, സോറി, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി വ്യൂ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇത് കാണാൻ അതിന്റെ സ്റ്റിയറിംഗ് കൺട്രോളർ. ഇത് ക്രൂസ് കൺട്രോളർ ആണ്. ഇതാണ് ഡിസ്പ്ലേ വരുന്നത്. ഹസാർഡ് ഓട്ടോമാറ്റിക് ലൈറ്റ് ആണ് വരുന്നത്. അല്ല, സോറി, ഓട്ടോമേറ്റഡ് ക്ലൈമറ്റ് കൺട്രോൾ ആണ്, ലൈറ്റ് ആണ്. പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്. ഇതാണ് ഡാഷ്ബോർഡ് വരുന്നത്. ഇത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് ആണിത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പനോരമിക് സൺറൂഫ്. അത്യാവശ്യം വലിയ ഒരു സൺറൂഫ് തന്നെയാണ്. ഡ്യുവൽ പനോരമിക് സൺറൂഫ് ആണ്. ഫ്രണ്ട്സ്, ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ല, ഇവരുടെ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കേ ഇവിടെ ഒരു കൂളിംഗ് പോർഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ബോട്ടിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കൂളാവാൻ ആയിട്ടുള്ള ഒരു കൂളിംഗ് ബോക്സ് ട്രാക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ബാക്കിലത്തെ 2 ഡോസിനും ഷെയ്ഡ്സ് വരുന്നുണ്ട്.
പിന്നെ 4 പവർ വിൻഡോസും ഓട്ടോമേറ്റഡ് ആണ്. അതായത് 1 ക്ലിക്കിൽ തന്നെ ഓപ്പൺ ആവും. നെക്കി പിടിക്കേണ്ട ആവശ്യമില്ല, 1 ക്ലിക്കിൽ തന്നെ ഫുള്ളി ഓപ്പൺ ആവും. ബാക്കിലത്തെ 2 സീറ്റ്സ് ആവശ്യമില്ല, ഇത്രയും ഫോൾഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എന്തുവാ ഇപ്പൊ നേരത്തെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. രാത്രി ഇപ്പൊ എവിടെയെങ്കിലൊക്കെ റൂം എടുക്കുന്നതിന് പകരം ഇവിടെ ഇതിനകത്ത് കിടന്നുറങ്ങാനൊക്കെ പറ്റും. അത്രയും സ്പീഷ്യസ് ആണ്. ബാക്കിലും ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. പിന്നെ ഒരു ബോക്സ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ സ്പീക്കർ. ഫ്രണ്ട്സ്, പണ്ട് തൊട്ടേ കാരൻസിന്റെ 1 ക്ലിക്കിൽ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റ് അൺഫോൾഡ് ചെയ്യാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം അത്. ഫ്രണ്ട്സ്, ഇതാണ് കാരൻസിന്റെ ബാക്ക് സീറ്റ്. പക്ഷെ നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. ഇതിപ്പോ സീറ്റ് ഫുള്ളി ബാക്കിലേക്ക് ഇറക്കിയിട്ടേക്കുവാണ്. ഹെഡ് റൂം ആണെങ്കിലും നല്ല നല്ല ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ പറഞ്ഞല്ലോ, ബാക്ക് സീറ്റില് 2 ഡോറും ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ 4 പവർ വിൻഡോസും ഓട്ടോമാറ്റിക് ആണ്. 1 ക്ലിക്കിൽ തന്നെ ഫുള്ളും കംപ്ലീറ്റ്ലി തുറക്കും. അപ്പൊ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാറിന്റെ ഓവറോൾ ലുക്ക്. ഫ്രണ്ട്സ്, ഇപ്പൊ എന്റെ കൂട്ടുകാരനാണ്. ഒരു ഹായ് പറയൂ. ഹായ്. ഫ്രണ്ട്സ്, പിന്നെ ആ വണ്ടിൻ്റെ എൻജിൻ 1.5 ലിറ്റർ പെട്രോൾ DCT ട്രാൻസ്മിഷൻ ആയിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എൻജിൻ സ്പെക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു, ബൈ.